ജീവിതത്തിന്റെ ഒരു ആവശ്യകതയാണല്ലോ. നമ്മൾ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ബാക്കിയുള്ളതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അത് മനഃപൂർവ്വമായി കട്ട് ചെയ്യുന്നല്ല, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് സ്വാഭാവികമായി കട്ടായി പോകുന്നതാണ്. അപ്പോൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിരിക്കണം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. I want to focus on myself, that's it. അതേപോലെ തന്നെ ആക്ടിങ്ങിനെ പറ്റി ആക്ടിങ്ങിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഭിനയം കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. പാട്ട് കണ്ടു, ഡാൻസ് കണ്ടു, അഭിനയവും കണ്ടു എന്നുള്ളത്. എങ്ങനെയാണ് ആക്ട് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്? ഈ പറയുന്ന മാതിരി തന്നെ അങ്ങോട്ട് പോകുന്ന വഴി അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പിടിച്ചു പഠിച്ചതാണ് പാട്ടുകളെല്ലാം. അതൊരു സീരിയസ് ആയിട്ട് ആദ്യത്തെ ഒരു 4-5 വർഷമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കൊള്ളാം, ഞാൻ പാടാൻ യോഗ്യതയുള്ള കുട്ടിയാണ്, ഞാൻ പാടാൻ കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന തന്നെ 2-3 പാട്ടുകൾ കഴിയുമ്പോഴാണ്. ആൻഡ് ഫോർച്ചുനേറ്റ് ഇനഫ് ഞാൻ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. ഓരോ പാട്ട് എടുത്തു നോക്കിയാലും അതെല്ലാം ഇൻഡിവിജ്വലി ഹിറ്റാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഷോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ജോജു വിളിക്കുന്നത്, ജോജുവിൻ്റെ അവിടുന്ന് വിളിക്കുന്നത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വർക്കൗട്ട് ആവുന്ന കാര്യമല്ല, ജോജു ഇതൊന്നും ഇതെന്താന്ന് എനിക്കറിയില്ല, അഭിനയത്തിൻ്റെ ഒരു വകയും എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണത്.